ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്കാണ്. ഡൽഹിയിൽ മലയാളി വിദ്യാർത്ഥികൾക്ക് ക്രൂരമർദ്ദനം. മൊബൈൽ മോഷണം ആരോപിച്ച് ആൾക്കൂട്ടം മർദ്ദിക്കുകയായിരുന്നു. സഹായം തേടി പോലീസിനെ സമീപിച്ചപ്പോൾ വീണ്ടും മർദ്ദിച്ചതായി പരാതിയുണ്ട്. മലയാളികളായ സുധിൻ, അശ്വന്ത് എന്നിവർക്കാണ് മർദ്ദനമേറ്റത്. വിനീത വിജി ഉണ്ട് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി. വിനീതയ്ക്കൊപ്പം ഈ മർദ്ദനമേറ്റ വിദ്യാർത്ഥികളുമുണ്ട്. വിനീത, ഇവർക്ക് എവിടെ വെച്ചാണ് മർദ്ദനമേറ്റത്? മർദ്ദിച്ച ആളുകളെ ഇവർക്ക് അറിയാവുന്നവരാണോ? ഗൂഗിൾ, അതിക്രൂരമായിട്ടുള്ള മർദ്ദനമാണ് ഈ ഡൽഹിയിൽ മലയാളി വിദ്യാർത്ഥികൾക്ക് നേരിടേണ്ടി വന്നത്. ഈ മാസം 24-നാണ് ഈ സംഭവം ഉണ്ടാവുന്നത്. ഇവർ റെഡ് ഫോർട്ടിന് സമീപം എത്തിയതായിരുന്നു. അവിടെ എത്തിയപ്പോൾ ഒരു സംഘം ആളുകൾ ആ മേഖലയിലേക്ക് എത്തുകയും ഇവർ മൊബൈൽ മോഷ്ടിച്ചുവെന്ന് ആരോപിച്ച ആൾക്കൂട്ടം ഇവരെ ആദ്യം മർദ്ദിച്ചു. പിന്നീട് സഹായം തേടിയാണ് ഈ വിദ്യാർത്ഥികൾ പോലീസിനെ സമീപിച്ചത്. പക്ഷേ പോലീസിനെ സമീപിച്ചിരുന്നുവെങ്കിലും പലതരത്തിലുള്ള ക്രൂരമായിട്ടുള്ള മർദ്ദനങ്ങളാണ് ഈ വിദ്യാർത്ഥികൾക്ക് നേരിടേണ്ടി വന്നത്. പോലീസ് മുഖത്ത് ബൂട്ടിട്ട് ചവിട്ടി, ഒപ്പം തന്നെ ഹിന്ദി സംസാരിക്കാൻ ആവശ്യപ്പെട്ടു. എന്നാൽ മലയാളി ഇവർക്ക് ഹിന്ദി സംസാരിക്കാൻ ചില പരിമിതികൾ ഉണ്ടായിരുന്നു. പക്ഷേ അതിനും പൊതിരെ തല്ലി എന്നാണ് പറയുന്നത്. ഇപ്പോൾ ആ വിദ്യാർത്ഥികൾ തന്നെ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ആ കയ്യിൽ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സ്റ്റിക്ക് കൊണ്ട്, വടികൊണ്ട് മർദ്ദിച്ച പാടുണ്ട്. ഒപ്പം തന്നെ മുഖത്ത് ഈ ഭാഗത്ത് കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ ബൂട്ടിട്ട് ചവിട്ടിയെന്നാണ് ആ വിദ്യാർത്ഥി പറയുന്നത്. നമുക്ക് ആ വിദ്യാർത്ഥിയിലേക്ക് തന്നെ പോകാം. എങ്ങനെയായിരുന്നു പോലീസിന്റെ ആ മർദ്ദനം? ഞങ്ങൾ ലാൽക്കില ഭാഗത്ത് കൂടി വൈകുന്നേരം ജസ്റ്റ് ഒന്ന് നടക്കായിരുന്നു. ആ സമയത്ത് ഒരു ആൾ വന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾക്ക് എയർപോർട്ട് വേണോ, ആപ്പിളിൻ്റെ വാച്ച് വേണോ, അങ്ങനെ ഒന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ നോർമലി ഇവിടെ എല്ലാവരോടും വേണ്ടാന്ന് പറഞ്ഞാൽ പോകാറാണ് പതിവ്. അപ്പോൾ ഇദ്ദേഹം കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു 6-7 ആൾക്കാരെ കൂട്ടി വന്നിട്ട് ഞങ്ങൾ ഇയാളെ ഫോൺ മോഷ്ടിച്ചു, ഞങ്ങൾ സൺഡേ മാർക്കറ്റിൽ പോയിട്ട് പൈസ കൊടുക്കാതെയാണ് ഫോൺ വാങ്ങിയെന്ന് പറഞ്ഞിട്ട് ഒരു ഫേക്ക് സ്ക്രീൻഷോട്ട് കാണിച്ചിട്ട് ഞങ്ങൾ കുറേ നേരം അവിടുന്ന് മർദ്ദിച്ചു. അപ്പോൾ ഞാൻ അവിടെ ഒരു ഓഫീസറെ കണ്ടു. അദ്ദേഹത്തോട് ഞാൻ ഹെൽപ്പ് ചോദിച്ചു. രവിരംഗ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, കോൺസ്റ്റബിളാണ്. അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ ഹെൽപ്പ് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് ഹിന്ദി മാത്രമേ അറിയൂ. ഞാനാണെങ്കിൽ ഇംഗ്ലീഷിൽ പറഞ്ഞിട്ട് അദ്ദേഹത്തിന് മനസ്സിലാവുന്നില്ല. അപ്പോഴത്തേക്ക് ഈ 6-7 കള്ളന്മാർ വന്നിട്ട് അയാളോട് ഹിന്ദിയിൽ പറഞ്ഞു, ഞങ്ങൾ കള്ളന്മാരാണ്, ഞങ്ങൾ ചോർ ബസാറിന് ഈ ഫോൺ എടുത്തിട്ട് പൈസ കൊടുക്കാതെ പോയതാണ്, ഒരു ഫേക്ക് സ്ക്രീൻഷോട്ടും കാണിച്ചു. അപ്പോഴത്തേക്ക് ഈ ഓഫീസർ നേരെ തിരിഞ്ഞ് എൻ്റെ മുഖത്ത് 4 അടി അടിച്ച് എൻ്റെ ഫ്രണ്ടിനെ അടിച്ച് ഞങ്ങളവിടെ ഇരുത്തി. ഞങ്ങൾ എല്ലാവരും മുന്നിൽ ഒരു കള്ളന്മാരെ പോലെ അവിടെ ഇരുത്തിയിട്ട് എൻ്റെ ഫ്രണ്ടിനെ ഫോൺ വാങ്ങി ഒന്ന് ചെക്ക് ചെയ്തിട്ട് ആ കള്ളനെ എടുത്ത് കൊടുത്തിട്ട് അവനോട് പോയിക്കോ എന്ന് പറഞ്ഞു. അപ്പോഴാണ് എനിക്ക് കാര്യം മനസ്സിലാവുന്നത്, എന്താണ് ഞങ്ങളെ കുറ്റം ചെയ്തത്, എന്താണ് ഞങ്ങൾക്ക് പറ്റിയെന്ന് അപ്പോഴാണ് മനസ്സിലാവുന്നത്. അപ്പോൾ നിങ്ങൾ പോലീസ് റൂമിൽ സമീപിച്ചപ്പോൾ എന്തായിരുന്നു അവിടെ ക്രൂരമർദ്ദനമായിരുന്നു. ഞങ്ങൾ കള്ളന്മാരെന്ന രീതിയിലാണ് പറയുന്നത്. അവിടെയുള്ള ആൾക്കാരും പറയുന്നത് ഞങ്ങൾ കള്ളന്മാരാണ്, ഞങ്ങൾ ഈ ഫോണ് കട്ടെടുത്തതാണെന്നാണ്. ഞങ്ങളൊരു സ്റ്റേഷനിൽ കൊണ്ടുപോയി. അവിടെ ASI സത്യപ്രകാശ് എന്ന് പറഞ്ഞൊരു സാറുണ്ടായിരുന്നു. അയാൾ എന്നെ വളരെ ബ്രൂട്ടലായിട്ട്, ഞങ്ങളെ 2.5 മണിക്കൂർ ആ സ്റ്റേഷനിൽ വെച്ച് ബ്രൂട്ടലായിട്ട് മർദ്ദിച്ചു. എൻ്റെ മുഖത്ത് 17 തവണയാണ് എൻ്റെ മുഖത്തടിച്ചത്. ഫൈബർ സ്റ്റിക്ക് കൊണ്ട് ക്രൂരമായിട്ട് ഞങ്ങളെ മർദ്ദിച്ചു. മലയാളം സംസാരിച്ചതിൻ്റെ പേരിൽ മർദ്ദിച്ചു, ഹിന്ദി സംസാരിക്കാത്തതിൻ്റെ പേരിൽ മർദ്ദിച്ചു. എൻ്റെ ഫ്രണ്ട് ഇടയ്ക്ക് ഹിന്ദി സംസാരിച്ചെന്ന് പറഞ്ഞ് മർദ്ദിച്ചു. പിന്നെ ഞങ്ങളോട് പറഞ്ഞത്, നിങ്ങൾ ഈ കേസ് ആക്സെപ്റ്റ് ചെയ്യും, നിങ്ങളിത് സമ്മതിക്ക്, 20,000 രൂപ കൊടുത്താൽ നിങ്ങളെ വെറുതെ വിടാം എന്ന രീതിയിൽ ഞങ്ങളോട് പറഞ്ഞുകൊണ്ടേയിരുന്നു. അങ്ങനെ 2.5 മണിക്കൂർ ബൂട്ടിട്ട് എൻ്റെ മുഖത്ത് ചവിട്ടി, എൻ്റെ നെഞ്ചിൽ ചവിട്ടി, എൻ്റെ പുറത്ത് ചവിട്ടി. എന്നെ എത്രയോ നേരം ഇവർ കണ്ടിന്യൂസ് ആയിട്ട് മർദ്ദിച്ചു. അതിനിടയിൽ അവിടെയുള്ള ലോക്കൽസ് ആയിട്ടുള്ള ആളുകൾ സ്റ്റേഷനിൽ നിന്ന് പോലീസുകാരെ മുന്നിൽ വെച്ച് എന്നെ മർദ്ദിച്ചു. അത്രത്തോളം മർദ്ദനം ഞങ്ങൾ സഹിക്കേണ്ടി വന്നു. നിങ്ങളെ മർദ്ദിച്ചിട്ടുണ്ട്? എന്നെ മർദ്ദിച്ചു. നമ്മൊരു ഔട്ട് സ്റ്റേഷൻ സ്റ്റുഡൻസ് അവർ മനസ്സിലാക്കിയോണ്ട് ആണെന്ന് തോന്നുന്നു നമ്മൾ അധികം മർദ്ദിച്ചത്. നമ്മ ഇംഗ്ലീഷിലും ഹിന്ദിയിലും മിക്സ് ആയിട്ട് നമ്മൾ പറഞ്ഞു, നമ്മൾ ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ സ്റ്റുഡൻസ് ആണ്, സാക്കിർ ഹുസൈൻ കോളേജ് സ്റ്റുഡൻസ് ആണ്. അപ്പോഴും നമ്മളെ ബൂട്ടുകൊണ്ട് മറ്റേ ഫൈബറിലാത്തിയോണ്ട് മർദ്ദിച്ചു. പിന്നെ നമ്മൾ കുറ്റം ഏൽക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് മർദ്ദിച്ചു. പിന്നെ ഇരിക്കാൻ വേണ്ടിയിട്ടും. പിന്നെ ഹിന്ദിയിൽ ചില വാക്കുകൾ പറഞ്ഞിട്ട് അത് തിരിച്ച് സംസാരിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഹിന്ദിയിൽ ചീത്ത അങ്ങോട്ട് തിരിച്ച് വിളിക്കാൻ വേണ്ടി കുറേ അടിച്ചു. നമ്മളെ അങ്ങോട്ട് ആ സാറിനെ ചീത്ത വിളിക്കണം എന്ന് പറഞ്ഞിട്ട് ആ സാർ തന്നെ അടിച്ചു. പിന്നെ അവിടുത്തെ ലോക്കൽസ് ഈ എല്ലാ പോലീസുകാരെയും സെക്യൂരിറ്റി സ്റ്റാഫിന്റെ മുമ്പിൽ വെച്ച് നമ്മളടിച്ച് കാരണമില്ലാതെ. കേരളീയ വസ്ത്രം ധരിച്ചതിന്റെ പേരിൽ അവിടുന്ന് നമ്മളെ മുണ്ടും ഷർട്ടെല്ലാം ഊരിയിട്ട് ഫുള്ള് ബൂട്ടെടുത്ത് നമ്മളെ നിലത്തുനിന്ന് അടിച്ച് ഫുള്ള് ഡ്രസ്സെല്ലാം ഊരിയിട്ട്. വിനീത, കൊടിയ മർദ്ദനം, അതും നമ്മൾ ഈ അടുത്തും കേട്ടില്ലാത്ത തരത്തിലുള്ള മർദ്ദനമാണ്. ഇപ്പോൾ ഇതിൽ ഈ സംഭവത്തിൽ ഈ വിദ്യാർത്ഥികൾ പോലീസിനെ സമീപിക്കുകയോ പരാതി കൈമാറുകയോ അല്ലെങ്കിൽ നിയമപരമായ എന്തെങ്കിലും ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ ഈ ഘട്ടത്തിൽ? തരത്തിലുള്ള സംഘടനകളും ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടും കൂടിയുണ്ട്. ഗോകുൽ, അതിൽ ഇവർ പറയുന്നത് ഇവർ മനുഷ്യാവകാശ കമ്മീഷന് പരാതി നൽകാൻ പോവുകയാണ്. അതിനുള്ള നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ ഞങ്ങൾ നടപടികളിലേക്ക് കടക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. നമ്മൾ കേരളത്തിൽ ആരെങ്കിലും ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നോ സഹായത്തിനായിട്ട്? ഞങ്ങൾ നിലവിൽ ബന്ധപ്പെട്ടിട്ടുണ്ട്.
ഇനിയും അതിനുള്ള തുടർ നടപടികൾ തുടരും. തീർച്ചയായും കൃത്യമായ ഇടപെടൽ ഉണ്ടാവട്ടെ. കടുത്ത നീതി നിഷേധമാണ്, അതിനപ്പുറത്തേക്ക് കൊടിയ മർദ്ദനമാണ്. അത് വിവേചനം ഒക്കെ കാട്ടിക്കൊണ്ടുള്ള, ഭാഷാപരമായ വിവേചനം ഒക്കെ കാട്ടിക്കൊണ്ടുള്ള മർദ്ദനം എന്നാണ് കുട്ടികൾ ആരോപിക്കുന്നത്. ഏതായാലും അതിൽ കൃത്യമായ അന്വേഷണവും ഇടപെടലും ഉണ്ടാകട്ടെ. വിനീത വിജിയാണ് ആ മർദ്ദനമേറ്റ വിദ്യാർത്ഥികൾക്കൊപ്പം ഡൽഹിയിൽ നിന്ന് ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.